ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ നിലവിൽ നവംബർ 30 വരെ ഡേറ്റ് നൽകിയിരിക്കുകയാണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. 2025-27 ആനുവൽ സ്കീം അധ്യയന വർഷത്തിലേക്കാണ് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നവംബർ 30 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. ഒരു ജോലിക്കൊപ്പം പഠനവും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കാം. BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA എക്കണോമിക്സ്, BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom അഡീഷണൽ എൽടി കോഓപ്പറേഷൻ, BCom അഡീഷണൽ എൽടി ട്രാവൽ ആൻഡ് ടൂറിസം, BA സംസ്കൃത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA സംസ്കൃത് സ്പെഷ്യൽ, BA അഫ്സൽ ഉലൂമ, BA മ്യൂസിക്, BA സോഷ്യോളജി, BA ഫിലോസഫി, BA ഹിസ്റ്ററി, BA ഇസ്ലാമിക് ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA സംസ്കൃത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA സംസ്കൃത് സ്പെഷ്യൽ എന്നീ കോഴ്സുകൾക്കാണ് നിലവിൽ അഡ്മിഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ www.de.keralauniversity.ac.in എന്ന സൈറ്റ് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മോഡ് ഓഫ് അഡ്മിഷൻ രണ്ട് രീതിയിലാണ്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഓൺലൈനായിട്ട് ഫ്രഷ് രജിസ്ട്രേഷനാണ്, അതായത് BA BCom BBA, BA അഫ്സൽ ഉലൂമ, BA ഹിന്ദി പാർട്ട് 1 and 2 ഇങ്ങനെയുള്ള കോഴ്സുകളുടെയാണ് രജിസ്ട്രേഷൻ ഓൺലൈനിൽ നടക്കുന്നത്. ബട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് BA BCom BBA, BA റസുലുമ, BA ഹിന്ദി പാർട്ട് 1 and 2 അതിൻ്റെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടു ഓപ്ഷണൽ ചേഞ്ച്, അഡീഷണൽ ഡിഗ്രി, അഡീഷണൽ ലാംഗ്വേജ് ചേഞ്ച്, BCom അഡീഷണൽ എൽടി കോഓപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം എക്സ്ട്രാ ഷുഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഓഫ്ലൈൻ. ആൻഡ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഓരോ സബ്ജക്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് PDF. നിങ്ങൾക്കത് നോക്കിയിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കാവുന്നതാണ്. ഇനി ഓഫ്ലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി രജിസ്ട്രാർ എക്സാമിനേഷൻ 3 യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെനറ്റ് ഹൗസ് ക്യാമ്പസ്, പാളയം, തിരുവനന്തപുരം 695034. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡെമോ ഒന്ന് കാണാം. സോ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ആൻഡ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തന്നെ ബ്രൗസർ ബാക്കിലേക്ക് പോകാനായിട്ട്, ബാക്ക് ബട്ടൺ ചെയ്യാനായിട്ട് പാടില്ല. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് de.keralauniversity.ac.in എന്ന വെബ്സൈറ്റിലും പ്രൈവറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക ഫോർ രജിസ്ട്രേഷൻ എന്ന ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. സോ അതിൽ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ സ്റ്റെപ്സാണ്, ദെൻ നിങ്ങൾ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചറിൻ്റെ എത്രത്തോളം സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വായിച്ച് നോക്കിയതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വരുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്മിഷൻ മോഡ്, പ്രോഗ്രാം കാറ്റഗറി, ഇവയെല്ലാം കൊടുക്കാനുള്ളതാണ്. സോ അതെല്ലാം കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പേജ് എന്ന് പറയുന്നത് മറ്റുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. സോ അത് നിങ്ങൾ എന്താണ്, ഈ ഒരു പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്കത് പ്രിൻറ്റ് ദിസ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജ് പ്രിൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾ രജിസ്ട്രേഷൻ നടപടി ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഈ പേജിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സൂക്ഷിച്ച് പിന്നീടുള്ള ആവശ്യത്തിനായിട്ട് നിങ്ങൾ കരുതേണ്ടതാണ്. ഒരിക്കലും അത് മിസ്സാക്കാനായിട്ട് പാടില്ല. ഒന്നുകൂടി ആ ഒരു പേജ് എടുക്കുക. അവിടെ നിങ്ങൾ മുമ്പ് കണ്ട ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാൻ സാധിക്കും. ലഭിക്കുന്ന ഈ ഒരു പേജിൽ മൈ പ്രൊഫൈൽ എന്നറിയപ്പെടുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ രജിസ്ട്രേഷനിലെ ഓരോ പേജിൻ്റെയും സ്ഥിതി അറിയുവാനായിട്ട് കഴിയുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ നടപടി ഏത് സമയത്തും നിങ്ങൾക്ക് ഈ പേജിൽ എത്താവുന്നതാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ
ദെൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം, നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽ, ഫീ ഡീറ്റെയിൽസ്, ലിസ്റ്റ് ഓഫ് എൻക്ലോഷർ, ഫോട്ടോ, സൈൻ, അപ്ലോഡ്, ഇവിടെ എല്ലാം തന്നെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ നിന്ന് നിങ്ങളുടെ രജിസ്ട്രേഷനിലെ ഓരോ പേജും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് കൊടുക്കാവുന്നതാണ്. തന്നെ അവിടെ തന്നെ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ കൊടുക്കാം. സ്റ്റാർ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരും. പേഴ്സണൽ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതുപോലെ ഓരോ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരും. അതൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുക്കാം. റിലേഷൻഷിപ്പ് വിത്ത് കാൻഡിഡേറ്റ്, മദർ ടങ്, കാസ്റ്റ്, റെസിഡിംഗ് നേഷൻ, റിസൈഡിങ് ഡിസ്ട്രിക്റ്റ്, മാരിറ്റൽ സ്റ്റാറ്റസ്, കൺട്രി, പിൻകോഡ്, ഇവയൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. ഇവയെല്ലാം കൃത്യമായിട്ട് കൊടുക്കാം. ദെൻ അവിടെ സേവ് ബട്ടൺ ഉണ്ടാവും. സേവ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിലേക്കാണ് പോവുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ പ്രോഗ്രാം ഏതായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ഏതായിരുന്നു, നിങ്ങൾ സബ്സിഡറി പേപ്പർ ഏതായിരുന്നു, സബ്സിഡറി 2 പേപ്പർ ഏതായിരുന്നു, അത് നിങ്ങൾ സേവ് ബട്ടൺ കൊടുക്കുക. അടുത്തതിലേക്ക് പോവുക. ദെൻ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് BA സംസ്കൃതം സ്പെഷ്യൽ, BA ഹിന്ദി പാർട്ട് 1 and 2, സാഹിത്യാചാര പ്രവീൺ എന്നീ കോഴ്സുകൾ പഠിച്ച അപേക്ഷകൾ സബ്സിഡറി വിഷയങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളത്. ദെൻ നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രോഗ്രാമിൻ്റെ പേര് രജിസ്ട്രേഷൻ നടപടികൾ മറ്റൊരു അവസരത്തിലും മാറ്റം വരുത്താൻ കഴിയില്ല. അതിനാൽ വളരെ ശ്രദ്ധയോടെ മാത്രം ഈ പേജിൽ വിവരങ്ങൾ ചേർക്കുക എന്നുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റി അറിയിക്കുന്നുണ്ട്. ഓക്കെ, then അടുത്തത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നത്. ഹയർ സെക്കൻഡറി ആണെങ്കിൽ അല്ലെങ്കിൽ +2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, സേവ് ചെയ്യുക. ദെൻ വരുന്നത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് അടയ്ക്കുന്നതിനുള്ള ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. SBTയുടെ ഏതെങ്കിലും ശാഖയിൽ ഫീസ് അടച്ച ശേഷം ലോഗിൻ ചെയ്ത് ഫീസ് അടച്ച വിവരങ്ങൾ നൽകിയ ശേഷം രജിസ്ട്രേഷൻ നടപടികൾ തുടരുക എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഒന്നിലധികം തവണകളായ ഫീസ് അടച്ചതാണെങ്കിൽ ആ വിവരം ഇവിടെ രേഖപ്പെടുത്തണമെന്നുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കാണാം ക്ലിക്ക് ടു ഡൗൺലോഡ് SBT ചെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ ഈ പേജിൽ ചേർത്ത് രജിസ്ട്രേഷൻ തുടരുന്നതിനായി സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർവകലാശാല ക്യാഷ് കൗണ്ടർ, ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം, SBT ചെല്ലാൻ വഴി എന്നിടങ്ങളുടെ ഫീസ് അടയ്ക്കാവുന്നതാണെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കോഴ്സ് വിവരങ്ങളുടെ പേജ് ചേർത്ത് മുൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അക്കാഡമിക് വിവരങ്ങളുടെ പേജ് ചേർത്ത് ബോർഡ്, യൂണിവേഴ്സിറ്റി എന്ന ഫീസ് വിവരങ്ങൾ ചേർത്ത് കഴിഞ്ഞ ശേഷം മാറ്റം വരുത്താൻ കഴിയുന്നതെല്ലാം കൂടി ഉണ്ട്. അപ്പം കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അപേക്ഷയോടൊപ്പം ഏതെല്ലാം അനുബന്ധ രേഖകൾ സമർപ്പിക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തുന്നതെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് എൻക്ലോഷർ, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, VHC ട്രേഡ് സർട്ടിഫിക്കറ്റ്, സെൽഫ് അഡ്രസ് സ്റ്റാമ്പഡ് എൻവലപ്പ്, +2 പ്രീ ഡിഗ്രി, VHC, CBSE, ISC പാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാം, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ദെൻ സാഹിത്യചാര പ്രവീൺ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ക്യാൻസലേഷൻ മെമ്മോ ഒറിജിനൽ. ഇവ ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് വെച്ചാൽ നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനും ഉള്ളതാണ്. അത് നിങ്ങൾ കൃത്യമായി ആഡ് ചെയ്ത് കൊടുക്കുക, സേവ് ബട്ടൺ ചെയ്യുക. സോ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അവിടെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടുള്ളൊരു പേജ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് നിങ്ങൾ കൃത്യമായി നോക്കിയതിന് ശേഷം എന്താണ് അതിൻ്റെ പ്രിൻ്റ് കൂടി എടുത്ത് സൂക്ഷിക്കുക. ഇത് അപേക്ഷയുടെ പൂർത്തിയാകപ്പെട്ട അപേക്ഷയുടെ പകർപ്പാണ്. സമർപ്പിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മമായി പരിശോധിക്കുക എന്നുള്ള കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം എന്താണ് പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ചെയ്യുക, അത് നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് രജിസ്ട്രേഷൻ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കലും തന്നെ ബാക്ക് ബട്ടൺ പോകാനായിട്ട് പാടില്ല. പിന്നീട് നിങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. സോ നവംബർ 30 വരെയാണ് രജിസ്ട്രേഷൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക.